ശരി, സോണി ചെറുത്തൂർ ഒപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോണി, ഈ ജയിക്കാമായിരുന്ന ആദ്യ ടെസ്റ്റ്, അതായത് സെഞ്ചുറികൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താനായില്ല എന്നൊരാക്ഷേപം ശുഭ്മാൻ ഗില്ലിന് നേരെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ക്യാച്ചുകൾ കൈവിട്ട് പരാജയപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊന്നും പതറുന്നില്ല. അപ്പോൾ ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാനുള്ള കെൽപ്പ് ഈ നായകനുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? ഇന്ത്യൻ ആരാധകരുടെ അവരുടെ എക്സ്പെക്ടേഷന്റെ സമ്മർദ്ദമാണ് ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ അതിജീവിക്കേണ്ടി വരിക. അതിനെ അതിജീവിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളിലും വലിയ അഭിപ്രായങ്ങളിലും തളർന്നു പോകാതെ മുന്നോട്ട് വരാനും വലിയ സ്കോറുകൾ നേടാനും തന്നെ ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിക്കാനും വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ശുഭ്മൻ ഗിൽ വളർന്നിട്ടുണ്ട്. അതൊരു സൂചനയാണ്. ഷോൺ റോജർ, അതായത് ഈ വിരാട് കോഹ്ലി ഇല്ല, രോഹിത് ശർമ്മയില്ല, ഈ ടെസ്റ്റിലാകട്ടെ ബുംറയുമില്ല. അപ്പോൾ ഇതിഹാസ താരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന 3 പേരില്ലാതെ ഒരുപടി യുവതാരങ്ങളെ കൂട്ടി, എന്നാൽ പരിചയസമ്പത്തുണ്ട് ഉള്ളവരുണ്ട് താനും. അങ്ങനെ ഒരു ടീമിനെ നയിക്കുന്ന ഗില്ലിന് ഇതൊക്കെ എങ്ങനെ അനായാസം നേടാനാകുന്നു എന്നാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ഷോ കാണിക്കുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു അബിലിറ്റിയിൽ അവരുടെ ഒരു വിശ്വാസമാണ് അത് കാണിക്കുന്നത്. സോ അത് നമുക്ക് കണ്ടുപഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. സോ ഇപ്പോഴത്തെ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന, എല്ലാവരും ഓരോരോ പെർഫോമൻസ് അങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഒരു ടീമിന് അതേപോലെ തന്നെ ടെസ്റ്റ് മാച്ച് അങ്ങനെ വിജയിക്കാൻ പറ്റുന്നത്. സോ അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്.